ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ പാർക്കിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഇട്ടില്ല, അതിൻ്റെ പാർട്ട് 2 ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടെ ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടെന്ന്. അപ്പം 30,000 ആൾക്കാർക്കടക്കം ഇരിക്കാൻ പറ്റുന്ന വലിയൊരു സ്റ്റേഡിയമാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു 84 ഇത് ഓപ്പൺ ആയത്. റീസെൻ്റ് ആയിട്ടാണ് റിനോവേഷൻ നടന്നത് കേട്ടോ. 2024 റിനോവേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എപ്പോഴും റഷാണ് കേട്ടോ. മിക്കപ്പോഴും പല പല പ്രോഗ്രാംസ്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ മ്യൂസിക്കലായിട്ടുള്ള പല പ്രോഗ്രാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വാർ 1 ആർമി ഓഫീസേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ കൂടെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ പോകുന്ന ഈ ഒരു ഏരിയ കൂടിയാണ് മുന്നേ ഇതുതന്നെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ വഴിയൊക്കെ ഒന്ന് പോവുകയാണ്. ടൗൺ സെൻറ്ററിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമാണ് ഇവിടെ. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ, കാറ്റുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പം ഈ ഒരു വഴിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ പഴയ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. കാര്യം നമ്മളിവിടെ ആയിരുന്നു ആദ്യം വന്നപ്പോൾ തന്നെ ആദ്യം വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ നേരെ നമ്മൾ ടൗൺ സെൻറ്ററിലേക്ക് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം ക്രൗഡഡ് ആണ്. അതായത് എന്താണ്, കുറേ ആൾക്കാരെയൊക്കെ ടൗണിൽ കാണാനുണ്ട്. നല്ല വെതറാണ്. പിന്നെ അടുത്ത് തന്നെ വിൻ്റർ ആവുമല്ലോ. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ആളുകളൊക്കെ പതിയെ വീടുകളിലേക്കൊക്കെ തന്നെ ചുരുങ്ങും. ആളുകൾ പുറത്തേക്ക് പോലും കുറവാകും. അപ്പോൾ ഇതിവിടെ നമുക്ക് അത്യാവശ്യം ട്രക്കുകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ദോശ ട്രക്ക് എന്ന് പറഞ്ഞൊരു ട്രക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച അല്ല. അപ്പോൾ ഇവിടെ ഒരു ഫുഡിൻ്റെ ഒരു ഷോപ്പാണിത്. ഇവിടെ അത്യാവശ്യം ബ്രെഡുകൾ, പിന്നെ നമ്മുടെ ഇന്ത്യൻ ചിക്കൻ സമൂസ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും ഇഷ്ടം അടുത്ത ഇവിടെ റെയിൻബോ കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പീസ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അതിലിവിടെ ഉണ്ട് റെയിൻബോ കേക്ക്. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ കുറച്ച് മധുരം കൂടുതലാണ്, എന്നാലും ടേസ്റ്റിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു റെയിൻബോ കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്ന് ടൗൺ സെൻറ്ററിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ് ഇതൊക്കെ. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 1 പൗണ്ടിന് നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും ഒക്കെ കിട്ടും. അപ്പം നമ്മുടെ നാട്ടിലത്തെ ഫ്രൂട്ട്സും അല്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ചില സമയത്ത് നല്ല റേറ്റ് ആയിരിക്കും, ചില സമയത്ത് നമ്മൾ നോർമൽ റേറ്റിൽ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇവിടെ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ലിഡിൽ നിന്നാണ് മേടിക്കാറ്. ഈ 1 പൗണ്ടിന് താഴെ നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ ചുമന്ന വീട്ടിലേക്ക് പോകേണ്ടതെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ നിന്നൊന്നും മേടിച്ചില്ല. ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്തെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത്, അതായത് ലിഡിൽ അവിടെയുള്ള ഷോപ്പുകളിൽ കിട്ടാത്ത എന്തെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഒന്നുമില്ല, എല്ലാം അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂളടുത്ത സമയമല്ല, അപ്പോൾ കുട്ടികൾ ഒരുപാടുണ്ട്. പിന്നെ സമ്മറിൻ്റെ ചൂടും കൂടി ആയതുകൊണ്ട് അവിടെ വെള്ളം വരുന്നിടത്ത് എല്ലാവരും പോയി കളിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അതൊക്കെ ഇരുന്നതിനെ കാണുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മളാരും പാഴാക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ബൈ, സീ യു.